CCTVയുടെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഇന്ന് ഓണക്കൂട്ടുമായിട്ട് ഞാൻ എത്തിയിട്ടുള്ളത് ഗുരുഭവനപുരിയിലാണ്. ഗുരുവായൂർ നഗരസഭ 18-ാം വാർഡ്, അതായത് അമ്പലം നിൽക്കുന്ന ഗുരുവായൂരപ്പ ക്ഷേത്രം നിൽക്കുന്ന വാർഡിലെ കൗൺസിലറാണ് ഇന്ന് നമുക്ക് വിഭവം ഉണ്ടാക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. എല്ലാവർക്കും പ്രേക്ഷകർക്ക് എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള ഒരു മുഖമാണ് ശോഭ ഹരിനാരായണൻ. ശോഭേച്ചി, ആദ്യമേ ഹാപ്പി ഓണം. താങ്ക് യു. എന്താണ് ഓണത്തിന്റെ വിശേഷങ്ങൾ? എന്ന് ശോഭേച്ചി മാത്രമല്ല, ശോഭേച്ചിയുടെ ഫ്രണ്ട്സും കൂടി പായസം ഉണ്ടാക്കാൻ എത്തിയിട്ടുണ്ട് അല്ലേ? ശോഭേച്ചി തന്നെ പരിചയപ്പെടുത്തവർ ആരൊക്കെയാണെന്ന്? ഒന്ന് എൻ്റെ വളരെ ക്ലോസറ്റ് ഫ്രണ്ടാണ് ജ്യോതി രവീന്ദ്രനാഥ്, കൗൺസിലറാണ്. 14-ാം വാർഡ് കൗൺസിലറാണ്. മറ്റേ എൻ്റെ വളരെ പ്രിയപ്പെട്ട എൻ്റെ അമ്മയെ പോലുള്ള വനജയെടുത്തി. ഞങ്ങൾ 3 പേരും കൂടി ഇന്ന് ചക്കപ്പായസം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചക്കപ്പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഉരുളിയൊക്കെ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൽ എന്താ ചേർക്കേണ്ടത്? ആദ്യം ഒരു ലേശം നെയ്യ് ഒഴിക്കുക. നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. മതി. അങ്ങനെ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ചക്കപ്പായസം ആകുമ്പോൾ ചക്ക നമ്മൾ മുമ്പ് കൂട്ടി വരട്ടി വെക്കണം. അല്ല, ഇനിയിപ്പോൾ ചക്കയുടെ ആ സമയത്താണെങ്കിൽ നമ്മൾ ഫ്രഷായിട്ട് ചക്കച്ചുള പറിച്ച് അരച്ച് ശർക്കരയും കൂട്ടിയിട്ട് ഒരു ഉണ്ടാക്കിയാൽ മതി. ഇത് നമ്മളിപ്പോൾ ചക്കയുടെ സമയമല്ലാത്തതുകൊണ്ട് മുൻകൂട്ടി ചക്ക വരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കിലോ ചക്ക വരട്ടിയതിലേക്ക് 1 കിലോ ശർക്കര, 3 തേങ്ങാപ്പാൽ, 3 നാളികേരത്തിൻ്റെ തേങ്ങാപ്പാൽ. അങ്ങനെയാണ് കണക്ക്, പായസത്തിൻ്റെ കണക്ക്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഉരുളി ചൂടാക്കി, നെയ്യും ചൂടായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? ഇനി ചക്ക നമ്മൾ വരട്ടി വെച്ചിട്ടുണ്ട്. ചക്കയും ശർക്കരയും കൂടി വരട്ടി വെച്ചത് ഇതിലേക്ക് ഇടുകയാണ്. അതെല്ലാം ഫ്രഷായിട്ട് ചക്കച്ചോള കിട്ടുകയാണെങ്കിൽ അതപ്പോൾ ചെയ്യുകയും ചെയ്യും. ഓക്കെ, നമുക്ക് വരട്ടി വെച്ച ചക്കയാണ്, അത് ഈ നെയ്യിലേക്ക് ചേർക്കണം. ഇതിപ്പോൾ 1 കിലോ ചക്ക വരട്ടി. ഇത് നെയ്യിൽ കിടന്നിട്ട് അതൊന്ന് മുമ്പ് കൂട്ടി വരട്ടി വെച്ചോണ്ട് ചിലപ്പോൾ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറാൻ വേണ്ടി. ചക്കപ്പായസം പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണല്ലേ? കാരണം ഓൾറെഡി ചക്ക വരട്ടി വെച്ചിട്ടുള്ളതാണ്, വേവിച്ച ചക്കയാണ്. അപ്പോൾ ഇനി അധികം വേവൊന്നും വേണ്ട. അടി പിടിക്കാൻ എളുപ്പമാണ് ഇളക്കിയില്ലേ. എന്തായാലും അതൊന്ന് ചൂടായിക്കോട്ടെ. അതിൽ കട്ട ഉണ്ടെങ്കിൽ ഉടയാൻ വേണ്ടിയിട്ടാണ്. ശോഭേച്ചി, പിന്നെ എങ്ങനെയാണ് ഓണത്തിന് സാധാരണ തിരക്കൊക്കെയാണോ? അങ്ങനെയൊക്കെയാണോ ഓണാഘോഷങ്ങളൊക്കെ? ഓണം നല്ല തിരക്കാണ് ഞങ്ങൾക്ക്. എന്നും ഓണപരിപാടികൾ, ഓണസദ്യ. ഓണത്തിൻ്റെ 10 ദിവസം മുമ്പ് തുടങ്ങും. നമ്മൾ പൊതുപ്രവർത്തകരല്ലേ, അംഗൻവാടിയിൽ ഓണാഘോഷം, സ്കൂൾ ഓണാഘോഷം, എല്ലായിടത്തും പോകും. എല്ലാ ദിക്കിലും എത്തണം. പിന്നെ സംഘടനകളുടെ ഓണാഘോഷം വരും, പാവപ്പെട്ടവർക്ക് ഓണസദ്യ കൊടുക്കുന്ന വരും. പിന്നെ നമുക്ക് സ്ഥാപനങ്ങളുണ്ട്, അമ്മമാരുടെ സ്ഥാപനമുണ്ട്, കുട്ടികളുടെ സ്ഥാപനമുണ്ട്, അവിടെ ഓണാഘോഷം വരും. നമുക്ക് 10 ദിവസം മുമ്പ് ഓണസദ്യയൊക്കെ തുടങ്ങും. അപ്പോൾ തിരുവോണത്തിന്റെ ആ ദിവസം എത്തുമ്പോഴേക്കും ഒരുപാട് സദ്യയൊക്കെ കഴിച്ചിട്ട് ഫില്ലായിട്ടുണ്ടാവും. എല്ലാ ദിവസവും പായസം ഉൾപ്പെടെയുള്ള സദ്യയാണല്ലോ അല്ലേ? പായസമല്ല, 2-3 പായസം. എങ്ങനെയാണ്, ഒരു പായസപ്രിയാണോ മധുരപ്രിയാണോ? എനിക്ക് പായസം ഇഷ്ടമാണ്, പക്ഷെ ഒരുപാട് മധുരമല്ല, ഞാൻ എരിവ് ഇഷ്ടപ്പെടുന്ന ആളാണ്. മധുരത്തോട് കുറച്ച് ഇഷ്ടം കുറവാണല്ലേ? എങ്ങനെയാണ് ക്യാരക്ടർ? അങ്ങനെ തന്നെയാണോ? എരിവാണോ? ഞാൻ മധുരമുള്ള ക്യാരക്ടർ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ. ഞാനല്ല, എല്ലാവരും പറയട്ടെ. എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. പിന്നെ അങ്ങനെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എങ്ങനെ പോകുന്നു ആ ഒരു ഉത്തരവാദിത്വം? ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടായി? ഞാൻ 15 വർഷമായി ക്ഷേത്രം നിൽക്കുന്ന വാർഡിലെ കൗൺസിലർ. 3 പ്രാവശ്യമായി. 3 തവണ തുടർച്ചയായിട്ട് ക്ഷേത്രം നിൽക്കുന്ന വാർഡ് പറയാം. ഒരു പ്രാവശ്യം ഒരു ഗ്യാപ്പ് വന്നു. അത് 2005 ജനപ്രതിനിധിയായി. പിന്നെ ഗ്യാപ്പ് വന്ന് പിന്നെ 2015 വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ 2020 വീണ്ടും. അത് അവസാനത്തെ കാലമായി ഞങ്ങളുടെ. അപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കൃത്യമായിട്ട് ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് ജനങ്ങൾ വീണ്ടും വീണ്ടും ശോഭ ചേച്ചിയെ തെരഞ്ഞെടുക്കുന്നത് അല്ലേ? അതെ. ഇപ്പോൾ രാഷ്ട്രീയ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളൊക്കെ വരും. അതൊക്കെ ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്യാറുള്ളത്? ഉണ്ടാവും. കാരണം നമുക്ക് ഞാൻ ഇലക്ഷന് നിൽക്കുമ്പോൾ തന്നെ ഞാൻ ജനങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് 100% ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒരാൾക്കും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ചെറിയ ചെറുതും വലുതുമായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണോ നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന ആ കാര്യങ്ങൾ ചെയ്തു തരാൻ എന്ന് മാത്രമേ
വാഗ്ദാനങ്ങളൊന്നും ഇല്ല. പിന്നെ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ജനങ്ങളുടെ ഒപ്പം നിൽക്കുക. അത് ചെയ്യാൻ പറ്റുന്നതാണോ ചെയ്യാൻ പറ്റാത്തതെന്നല്ല, ഒപ്പം നിൽക്കുക, നമ്മളെ വീട്ടിലുകളിലെത്തുക, നിരന്തരം സമ്പർക്കങ്ങൾ ഉണ്ടായിരിക്കുക. അതിൻ്റെ ജനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കും. കാരണം അവർക്കും അറിയാം നമ്മൾ മനുഷ്യന്മാരല്ലേ, എല്ലാം ഒന്നും ആരെ കൊണ്ടും സാധിക്കില്ല. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും സാധിക്കില്ല. അപ്പോൾ നമ്മൾ വെറും ഒരു വാർഡ് മെമ്പറാണല്ലോ. അപ്പോൾ അവരുടെ ഒപ്പം നിൽക്കുക, അതന്നെ മതി, അതന്നെ സന്തോഷം. അപ്പോൾ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയിലേക്ക് അത് താല്പര്യം കൊണ്ട് വന്നതാണോ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എത്തിച്ചേർന്ന ഒരു മേഖലയാണോ? അൺഎക്സ്പെക്റ്റഡ് തന്നെയാണ്. അതായത് എനിക്ക് ഉള്ളിൽ ഉണ്ടായിരുന്നു രാഷ്ട്രീയം. ഞാൻ പരിവാർ പ്രസ്ഥാനങ്ങളിലെല്ലാം പ്രവർത്തിച്ചിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ABP അങ്ങനത്തെ ഒരു പരിപാടി, ഞാൻ BJP കൗൺസിലർ ആവുകൊണ്ടാണ് അത് പറയുന്നത്. ഞാൻ അങ്ങനത്തെ ഒരു പരിപാടിക്കും ഉണ്ടായിരുന്നില്ല. ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളായിരുന്നു. ഞാൻ കുറച്ച് സംസ്കൃതം ക്ലാസ്സുകൾ എടുത്തിരുന്നു. ഇവിടെ ഒരു പഠന കേന്ദ്രം ഉണ്ടായിരുന്നു. 3 മാസത്തെ ത്രൈമാസിക കോഴ്സുകൾ എടുത്തിരുന്നു. പിന്നെ ബാലഗോകുലം ക്ലാസ് എടുത്തിരുന്നു. ബാലഗോകുലത്തിൻ്റെ ഒരു അധ്യാപികയുടെ എക്സ്പീരിയൻസ് ബാലഗോകുലം ക്ലാസ്സുകൾ ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ ക്ലാസ്. അത് ഭഗവത്ഗീത, അങ്ങനത്തെ കുഞ്ഞുണ്ണി കവിതകൾ, പഴഞ്ചൊല്ലികൾ, പിന്നെ കുറച്ച് അതൊക്കെ ഞാൻ എടുത്തിരുന്നു. പിന്നെ സേവാഭാരതിയുടെ ഇവിടെ ഒരു സ്ഥാപനമുണ്ട്, കുട്ടികളുടെ സ്ഥാപനം. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ട വർക്ക്, അതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തനം. അതിൽ നമ്മൾ അമ്മമാരുടെ ഒപ്പം, ആരുമില്ലാത്ത കുട്ടികളുടെ ഒപ്പമൊക്കെ പോയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ അതിന്ന് എൻ്റെ ഭർത്താവിൻ്റെ നിർബന്ധം കൊണ്ട് എൻ്റെ ഏട്ടന്മാർ, 2 ബ്രദേഴ്സ് ഉണ്ട്. ഒരാൾ RSSൻ്റെ വലിയ പ്രവർത്തകനാണ്, ഒരാൾ BJPയിലാണ്. അപ്പോൾ കുടുംബം? അതെ അതെ, എൻ്റെ ഭർത്താവ് പക്ക RSSകാരനായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, രക്തത്തിലും കൂടി അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും. മുമ്പ് എൻ്റെ വീട്ടിലെ കാര്യാലയമായിരുന്നു. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് അടിയന്തരാവസ്ഥ കാലത്തൊക്കെ അവിടെ ആയിരുന്നു കാര്യാലയം. അപ്പോൾ അങ്ങനെ ചെറുപ്പം മുതലേ ഉള്ളില് ഒരു BJP രാഷ്ട്രീയം വളർത്തിക്കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. അതെ അതെ, പുറമേക്ക് സജീവമായിട്ട് പോയിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ഇനി ഈ ഒരു മേഖലയിലേക്ക് എത്താം എന്ന് വിചാരിച്ചു. ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. പാലൊഴിക്കാം. ഇത് എത്രാമത്തെ പാല? 2ാം പാലാണ് ആദ്യം ഒഴിക്കേണ്ടത് അല്ലേ? കുറുകി വന്നിട്ടാണ് നമ്മൾ തനിപ്പാൽ ഒഴിക്കുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണല്ലോ, അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഇതല്ലേ വരട്ടി വെച്ച് ഇത് കുറുകി വരണം. അങ്ങനെ നമ്മൾ 2ാം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരണം അല്ലേ? അതിനുശേഷമാണ് ഒരു ശോഭ ചേച്ചിയുടെ കൂടെ ഫ്രണ്ട്സും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ വിചാരിച്ചത് ശോഭ ചേച്ചി മാത്രമാണ് പായസം ഉണ്ടാക്കാൻ എത്തുക എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് അല്ലേ? എങ്ങനെയാണ് നിങ്ങളൊക്കെ ഒരു സുഹൃത്ത് ബന്ധമൊക്കെ എങ്ങനെയൊക്കെയാണ് നിലനിർത്താറുള്ളത്? ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ചാണ്. ത്രിമൂർത്തികളാണോ? ഇപ്പൊ വനചേർത്തിയാണെങ്കിൽ നല്ല മികച്ച കർഷകയാണ്. കർഷകയാണ് മാത്രമല്ല, ഗുരുവായൂരപ്പൻ കോഴിക്കോട് അല്ലേ? കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ റിട്ടയേർഡ് HOD ആയിട്ട്. പിന്നെ ഓദിക്കം കുടുംബാംഗമാണ്. മുന്നൂലം. ഓക്കെ. ഞാനും ജ്യോതിയാണെങ്കിൽ ഏത് നേരം ഒപ്പം നടക്കണം. വീട്ടിൽ നിന്ന് ഒരു അടുത്താണ്, വീടും അടുത്താണ്. അപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ നടന്ന് എല്ലാവരും പറയും ഞാൻ മാത്രമേ കൗൺസിലർ ആയിരുന്നുള്ളൂ, അപ്പോൾ ഇദ്ദേഹത്തിനും കൂടി കൗൺസിലർ ആക്കണം എന്ന് പറഞ്ഞു. അതേപോലെ ഇപ്രാവശ്യം അത് ശരി. അപ്പോൾ ശോഭ ചേച്ചിയാണ് ജ്യോതി ചേച്ചിയെ കൗൺസിലർ ആക്കിയതിന്റെ പിന്നിലെ പ്രചോദനം. എങ്ങനെയാണ് ഒരു കൗൺസിലർ എന്ന നിലയിൽ ജ്യോതി ചേച്ചിയുടെ? എന്നെക്കാളും മികച്ചതാണ്. അങ്ങനെ പറയണ്ട. അല്ല ഞാൻ പറയാറുണ്ട്. കാരണം ജ്യോതി ആദ്യമായിട്ട് ആയ ഒരു ഇതൊന്നുമില്ല. അത്രയും ജനങ്ങളായിട്ട് ഭയങ്കര ജ്യോതിക്ക് സമ്പർക്കം. 6 മാസത്തിലൊരിക്കലും ജ്യോതി എല്ലാ വീട്ടിലും എത്തിയിരിക്കും. അത് ഞാൻ എത്തിനേക്കാളും കൂടുതൽ, കാരണം എൻ്റെ ചെറിയ വാർഡാണ്, അതിലും വലിയ വാർഡാണ് ജ്യോതിയുടെ. അപ്പോൾ ഞാൻ എത്തിനേക്കാളും കൂടുതൽ ജനങ്ങളുടെ അടുത്ത് ജ്യോതി എത്തുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ 100%. അപ്പോൾ അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. കുറച്ചുകൂടി രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളാണോ ജ്യോതി ചേച്ചി? അല്ലല്ല, ഇതേപോലെ ഞങ്ങൾ ഒരുമിച്ച് എല്ലാറ്റിലും ഉണ്ടായിരുന്നു. ക്ഷേത്ര സമിതിയിൽ ഞങ്ങൾ ഒരുമിച്ച് നാരായണി വഹിക്കുമ്പോൾ സന്ദീപനി ബാലഭവനില് ജ്യോതി പ്രസിഡന്റ്, ഞാൻ സെക്രട്ടറി. പിന്നെ ഞങ്ങൾ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു. അപ്പൊ എന്തിലാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചുണ്ട്. അപ്പൊ വിവിധ സംഘടനകളിൽ ഉള്ള ഒരു പ്രവർത്തനത്തിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അല്ലെ? ആ ഒരു പ്രചോദനം മാത്രമല്ല, ഗുരുവായൂരപ്പന്റെ നമ്മളെപ്പോഴും ഗുരുവായൂർ അമ്പലം അല്ലെങ്കിൽ ഗുരുവായൂർ നിന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലമാണ്. ആ ഒരു ഇടത്തില് ഗുരുവായൂരപ്പന്റെ അടുത്ത് ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ഗുരുവായൂരപ്പന്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. എങ്ങനെയാണ് ആ ഒരു വാതിലിനെ കൈകാര്യം ചെയ്യാറുള്ളത്?
അത് എനിക്ക് സാധാരണ ഒരു ജനപ്രതിനിധി എന്നുള്ള പറയുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരി എന്നുള്ള നിലയ്ക്കാണ് ജനങ്ങൾ കാണുക. അതേപോലെ എല്ലാ അമ്പലം വാർഡിലെ കൗൺസിലറെ കാണുന്നത്. അതെനിക്ക് വളരെയധികം സന്തോഷമാണ്. അവർ പറയുക, എല്ലാവരും പറയുക എന്താ വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ ഒരു വോട്ട് കൊണ്ട് ജയിച്ച ആളാണ്. അപ്പോൾ എനിക്ക് വേറെ വാർഡിൽ നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ നിൽക്കുന്നുണ്ടാവില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാർഡ് അത് തന്നെയാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, ഞങ്ങളൊക്കെ അങ്ങനെ നടന്നിരുന്നാണ് നാരായണീയം വായിക്കുക, ബന്ധപ്പെട്ട് വളരെ അടുത്ത ബന്ധപ്പെട്ട്. ഒരു നേരം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് ഗുരുവായൂർ. അപ്പോൾ ഒരു നേരം ഗുരുവായൂരപ്പൻ്റെ കാണാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത, അവിടെ പോയിട്ട് ആ അന്തരീക്ഷത്തിൽ ഒന്ന് ശ്വസിച്ച് അദ്ദേഹത്തിൻ്റെ ഒന്ന് പുറത്തുനിന്ന് കണ്ടാലും മതി. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് ആ വാർഡിൽ തന്നെ ഒരു കൗൺസിലർ ആവുക എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ, ഞാൻ സത്യമായിട്ടും വിശ്വസിക്കുന്നു ഗുരുവായൂരപ്പൻ്റെ ഒരു വോട്ട് കൊണ്ടാണ് ഞാൻ ജയിക്കുന്നത്. അതിപ്പോൾ എൻ്റെ പ്രവർത്തനം മാത്രമല്ല, അദ്ദേഹം തീരുമാനിക്കണം. അത് അദ്ദേഹത്തിൻ്റെ ഒരു വാർഡാണല്ലോ. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടവരെ അതെ അതും പറയാം. അതിലെനിക്ക് സന്തോഷമുണ്ട്, ഗുരുവായൂരപ്പന് ഇഷ്ടപ്പെട്ട ഒരാളായി. തീർച്ചയായും. എങ്ങനെയാണ് പിന്നെ തിരുവാതിരക്കളിയുടെ കാര്യം പറഞ്ഞു, നിങ്ങളൊരു ടീമാണോ തിരുവാതിര? ഞങ്ങളൊരു 10 കൊല്ലത്തോളം കളിച്ചിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ സ്വന്തമായിട്ട് ചെറിയ എന്താ പറയുക സോപ്പ് ഉണ്ടാക്കുക, സോപ്പ് പൊടി ഉണ്ടാക്കുക, അങ്ങനെ കുറേ കാലം ഞങ്ങൾ രണ്ടുപേരും കൂടി കൊണ്ടാട്ടങ്ങൾ ഉണ്ടാക്കുക, അങ്ങനത്തെ ഒക്കെ ഞങ്ങളെല്ലാം എന്നിട്ട് സോപ്പിന്റെ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് സംസ്കൃതത്തിന്റെ പേര് സ്വദേശി പേരൊക്കെ വെച്ച് ഞങ്ങൾ കുറേ ഇതൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ കൗൺസിലറായത്. അപ്പോൾ പിന്നെ എനിക്കിത്തിരി ബുദ്ധിമുട്ടായി. അപ്പോൾ ഒരാൾ മാത്രമാകുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ പിന്നെ അതൊക്കെ നിന്നുപോയി. പക്ഷെ എന്നാലും ഞാൻ എന്താ പറയുക, മുനിസിപ്പാലിറ്റി പോകുമ്പോൾ ജ്യോതി എൻ്റെ ഒപ്പം ഉണ്ടാവും. ജ്യോതി അവിടെ വെയിറ്റ് ചെയ്യും. രണ്ടുപേരും അപ്പോൾ ഒരുമിച്ചാണ് നടത്തവും കാര്യങ്ങളും എല്ലാം അല്ലേ? ഒന്ന് തലച്ച് വന്നിട്ടുണ്ട് അല്ലേ? എന്തായാലും നമ്മുടെ കൊച്ചു വർത്താനത്തിന്റെ ഇടയിൽ പായസം കൂടി ശ്രദ്ധിക്കണം, കാരണം ഇളക്കിയില്ലെങ്കിൽ അത് പെട്ടെന്ന് ആദ്യം പിടിക്കും. ജ്യോതി ഒന്ന് നോക്കൂ, അല്ല ശോഭേച്ചിക്ക് ജ്യോതി ചേച്ചി നോക്കിയാലാണ് ഒരു തൃപ്തി ആവുള്ളൂ. ഏറ്റവും പ്രിയ സുഹൃത്തു കൂടിയാണല്ലോ. മധുരം എങ്ങനെയുണ്ട്? ഇത് ഓൾറെഡി ശർക്കര മധുരം ഉണ്ടാവും. കുറച്ചുകൂടി ശർക്കര ഇട്ടുണ്ട്. ഇനി വേണമെങ്കിൽ പാക്കറ്റ് പൊടി കൊടുന്നുണ്ട്. അപ്പൊ നമുക്ക് അപ്പിടാം. കളറ് കണ്ടപ്പോ വിജയ ചേച്ചി അല്ലേ പറഞ്ഞ പേര്? വനജ ചേച്ചി. കളർ കണ്ടപ്പോ വനജ ചേച്ചി പറഞ്ഞിട്ടുണ്ട് അതില് മധുരം ഒക്കെ കറക്റ്റ് ആണെന്ന്. പാചകത്തിൽ ഒരുപാട് പരിചയമുള്ള വ്യക്തിയായിരിക്കും അല്ലേ? അതന്നെ, അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ശോഭേച്ചി എങ്ങനെയാ വീട്ടിലൊക്കെ എല്ലാ ജോലി കഴിഞ്ഞിട്ടാണോ? കാരണം നമുക്ക് പല സമയത്ത് പോകേണ്ടി വരും, വീട്ടില് കൃത്യസമയത്ത് എത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ കഴിഞ്ഞിട്ട് തന്നെ പോവാറ്. വീട്ടില് എല്ലാം ഭക്ഷണമൊക്കെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോവാറ്. വീട്ടിലൊരു ഓണാഘോഷം എങ്ങനെയാ? വീട്ടില് മോള് വരും. എനിക്ക് 2 പെൺകുട്ടികളാണ്. മോള് കല്യാണം കഴിച്ച് പോയി, മോള് പേരക്കുട്ടിയൊക്കെ ഉണ്ട് ഇപ്രാവശ്യം. പിന്നെ ഒരു മോള് ഇപ്പോൾ ദൂരെയാണ്. അപ്പോൾ പിന്നെ ഭർത്താവിൻ്റെ അനിയൻ വരും. പിന്നെ എൻ്റെ കുടുംബം വലിയ കുടുംബമാണ്. എനിക്ക് 7 സഹോദരന്മാരുണ്ട്. അപ്പോൾ അവിടെ പോവും 2 ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും കൂടി അതും ഒരു കൂട്ടുകുടുംബമാണ്. 7 ആൾക്കാരാണ് ഒരുമിച്ച് 7 പേര് ഒരുമിച്ച് താമസിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവും. അപ്പോൾ പിന്നെ അവിടെ ഒരു മേളം. അങ്ങനെ ഓണത്തിന് എപ്പോഴും തിരക്കാണ്. നമ്മൾ കുറച്ച് മധുരം കൂടി ചേർത്തിട്ടുണ്ട്, ഒരു കുറച്ച് കുറവാന്ന് തോന്നി അല്ലേ ശോഭേച്ചി? എങ്ങനെയാണ് വീട്ടില് ഒഴിവ് സമയങ്ങൾ വളരെ കുറവ് കിട്ടുന്ന ഒരാളായിരിക്കും, എങ്കിൽ കൂടി അങ്ങനെ കിട്ടുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ഹോബീസ് ഒക്കെ? ഒഴിവ് സമയം പറയുന്ന പോലെ കുറവാണ്. ഞാൻ ധാരാളം പുസ്തകം വായിച്ചിരുന്ന ആളായിരുന്നു. ഇപ്പൊ പുസ്തകം വായിക്കല് സമയമില്ല സത്യം. നമ്മളിപ്പോ ഒരു പുസ്തകം ഇപ്പോൾ എനിക്കിഷ്ടം നോവലുകളൊക്കെ ആയിരുന്നു. അത് ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല, അപ്പോഴേക്കും ഒരു കോള് വരും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒഴിവ് എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കില്ല. അപ്പൊ ഞാനൊന്ന് അമ്പലത്തിൽ പോയി തൊഴുതു വരും. എല്ലാ ദിവസവും അമ്പലത്തിൽ മിക്കവാറും ദിവസം പോകും. അതൊരു ഗുരുവായൂർ ക്ഷേത്രത്തിലാണ്. അവിടെ പോയില്ലെങ്കിൽ ഒരു സമാധാനക്കുറവുണ്ടാവാറുണ്ട്. എന്നും കണ്ണനെ കണ്ടാലാണ് ഒരു ആശ്വാസം. ഇങ്ങനെ ജ്യോതി ചേച്ചിയും അങ്ങനെ തന്നെയാണോ? പോവാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു യാത്ര സംഘടിപ്പിക്കുക, അങ്ങനെ ട്രാവലൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണോ? ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് പോയിട്ടില്ല. ഞാൻ എൻ്റെ കുടുംബമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോകും. എന്തുകൊണ്ടാണ് ജ്യോതി ചേച്ചി കൊണ്ട് പോവാത്തത്? അല്ല, ജ്യോതി വിളിക്കൂ. അപ്പൊ ഞങ്ങൾക്ക് 2 കൂടി ഒരുമിച്ച് ഒരേ സമയത്ത് പറ്റുന്നുണ്ടാവില്ല. ഇപ്പൊ അവർ ജ്യോതി പോണ്ട് എവിടേക്കായി? അയോധ്യയിലേക്ക് പോകുന്നുണ്ട്. 8-ാം തീയതി പോവാണ്. എങ്ങനെയാ ഫാമിലി ആയിട്ടാണോ പോകുന്നത്? ഹസ്ബൻഡ് ഉണ്ട്, കുട്ടികൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. പോകുന്നത്. അപ്പൊ അയോധ്യ യാത്രയൊക്കെ കഴിഞ്ഞു. അപ്പോ
എന്നെ വിളിക്കാണ്ടല്ല എനിക്ക് വിളിക്കാതില്ല, എനിക്ക് പോവാൻ നേരം എല്ലാറ്റിനും നിർബന്ധിക്കും ജ്യോതി. അതെ അല്ലേ? അത് ഈ പറഞ്ഞ പോലെ രണ്ടുപേരും കൂടി നിർബന്ധിച്ചാലേ ശോഭ വരുള്ളൂ. എന്ത് കാര്യത്തിനും നിർബന്ധിക്കേണ്ട ആളാണ്. ഒരു പ്രാവശ്യം പറഞ്ഞിട്ടല്ലേ രണ്ടാമത്തെ തവണ പറയണം. അല്ല, അത് നമ്മൾ രണ്ടുപേരും കൂടി കൂടുമ്പോൾ ഒരു പോസിറ്റീവ് അത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ജ്യോതിയുടെ എനിക്കറിയില്ല, അതങ്ങടെ ഒരു മനസ്സമാധാനം. ജ്യോതി എന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് ചെയ്യുമ്പോൾ ഒരു സമാധാനം ഉണ്ട്. എങ്ങനെയാണ് ടീച്ചർ, വനജ ടീച്ചർ എങ്ങനെ യാത്രയൊക്കെ പോവാറുണ്ടോ? അതെ അല്ലേ, വൃന്ദാവനത്തിലേക്കാണ് പോകുന്നത്. എങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ എല്ലാ ദിവസവും പോയി തൊഴാറൊക്കെ ഉണ്ട്? എല്ലാ മൂന്നാളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് സൗകര്യമുണ്ട് പോവാൻ അല്ലേ? പിന്നെ അയോധ്യയിലൊക്കെ പോയി വന്നിട്ട് നമുക്ക് കാണാം. ആദ്യമായിട്ടാണോ അയോധ്യയിലേക്ക്? ഫസ്റ്റ് ടൈമാണോ? ആദ്യമായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ പിന്നെ അമ്പലവാസികളും കൂടിയാണ്, ഞാനും വനജേർത്തി. അപ്പൊ അമ്പലം വിട്ടിട്ടുള്ള ഒരു കളി. ട്രിപ്പ് കൂടുതൽ പോകുന്നുണ്ടെങ്കിലും അതെ, അമ്പലമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ പോവാറുള്ളത് അല്ലേ? അമ്പലത്തിൽ ജനിച്ചു വളർന്ന് ഞങ്ങൾ കീശാന്തി കുടുംബമാണ്, വനജേർത്തി ഓദിക്കൻ കുടുംബമാണ്. ഗുരുവായൂരപ്പൻ. അപ്പൊ എന്തായാലും ആ ബന്ധം നിലനിർത്തണമെങ്കിൽ എന്നൊന്ന് പോയി കാണണമല്ലോ അല്ലേ? ഗുരുവായൂരപ്പന്റെ നേദ്യച്ചോറുണ്ട് മുട്ടില്ല, അതുകൊണ്ട് അന്നത്തിന് ഒരിക്കലും മുട്ടില്ല എന്നല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യത്തെ പാല് നല്ല പാല് ഒഴിക്കുക. ഇത് ആദ്യം തമ്പാൽ. ആദ്യത്തെ 3 തേങ്ങയുടെ അതൊന്ന് ഇളക്കി ഒഴിക്കുകയാണ് കേട്ടോ. തേങ്ങയുടെ ആദ്യ പാല് ഇതും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ സെറ്റായി അല്ലേ? സെറ്റായി. ശരിക്കും ഇത് അധികം ചൂടാക്കണം എന്നില്ല. തമ്പാൽ. ഓരോ തരത്തിൽ പറയും. ഒന്നാം പാല് അങ്ങനെയും പറയാറുണ്ട്. ഒന്നാം പാല്, രണ്ടാം പാല്. അതാണ് ആദ്യം കിട്ടുന്നത്. പിന്നെ രണ്ടാമത് നമ്മൾ ഒന്നും കൂടി എടുക്കുന്നതാണ്. ആദ്യത്തെ പാലിൽ ഒരിക്കലും വെള്ളം ചേർക്കില്ല, അതാണ് നമ്മുടെ കയ്യിലെ ശക്തി തന്നെയാണ് ആ പാല്. തോർത്തുള്ളിൽ പിഴിഞ്ഞെടുക്കും, അപ്പൊ പിന്നെ കുറച്ചുകൂടി നന്നായിട്ട് അത് കിട്ടും. ഇപ്പൊ പിന്നെ മിക്സിയിൽ നല്ല അലക്കി തോർത്തെടുത്തിട്ട് മിക്സിയിൽ അടിക്കുമ്പോഴും കുറച്ച് വെള്ളം ചേർക്കണം, ചെയ്യാൻ പറ്റില്ല. അത് ഫ്രഷ് തേങ്ങ വേണം. പഴയ തേങ്ങയാകുമ്പോൾ എളുപ്പമല്ല, കയ്യിന് എത്ര ശക്തി ഉണ്ടെന്ന് നോക്കണ്ട. ഒരു ജനപ്രതിനിധി എന്ന നിലയിലെ ഒരുപാട് നേരത്തെ ശോഭേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആരോപണങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങളൊക്കെ കേൾക്കേണ്ടി വരാറുണ്ട്. അതൊക്കെ ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്യാറുള്ളത്? കാരണം പോസിറ്റീവായിട്ട് എടുത്തേ പറ്റുള്ളൂ എങ്കിൽ കൂടി അങ്ങനെ ഒരു മനോധൈര്യം ചെറുപ്പം മുതൽ ആർജിച്ച് വന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് എന്നെ സംബന്ധിച്ച് അതെന്തോ ഉണ്ട് ആരോപണം, പക്ഷെ വളരെ കുറവാണ്. അതല്ല ഞാൻ അല്ല എന്തെന്നറിയോ, ഒരു സോപ്പിംഗ് രീതിയാണെന്ന് ചിലര് കളിയാക്കാറുണ്ട്. അങ്ങനെ സോപ്പ് ഏത് സോപ്പാണ്? ഒരുപാട് സീനിയർ സിറ്റിസൺസ് ആണ് എൻ്റെ വാർഡിലെ. അപ്പോൾ നമ്മൾ ചെന്ന് ഇടയ്ക്ക് അവിടെ ചെല്ലണം അവരുടെ അടുത്ത്, അതാണ് അവരുടെ. അപ്പോൾ എന്തെങ്കിലും പരാതി വന്നാൽ ഞാൻ ചെന്നിട്ട് അവിടെ പോയിരിക്കും. ഞാൻ ചെയ്തു, മാമിമാരും അങ്ങനെ, മാമി ഞാൻ ചെയ്തു, മാമി നമ്മൾ ചെയ്യാളൊക്കെ ഞാൻ ചെയ്തു. ആണോ ശോഭ, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് നമ്മൾ വിമർശനങ്ങൾ പോസിറ്റീവ്, അതായത് നമ്മളുടെ എന്തെങ്കിലും കുറവ് വിമർശനം ഇല്ലെങ്കിൽ നമ്മൾ അറിയില്ല. അപ്പൊ അത് തെറ്റും മനസ്സിലാക്കാൻ എപ്പോഴും ഇതുപോലുള്ള ആരോപണങ്ങൾ നല്ലതാണ്. കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാൻ, എന്താണോ കുറവ് എന്ന് മനസ്സിലാക്കാനും വിമർശനം എപ്പോഴും വേണം. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് വേണം. അത് അതിൻ്റെതായ ഇതിലെടുക്കണം. കാരണം അവരിപ്പോൾ നമ്മളോട് വൈരാഗ്യം ഉണ്ടായിട്ടൊന്നുമല്ല പറയുന്നത്, അത് നമ്മുടെ എന്തെങ്കിലും ഒരു കുറവ് വരുന്നോണ്ടാണല്ലോ. അത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അത് അവരെ ബോധിപ്പിച്ച കാര്യം കഴിഞ്ഞല്ലോ, അത്രയേ ഉള്ളൂ. നമ്മൾ പ്രവർത്തിച്ചു, നമ്മുടെ കയ്യിലല്ല അത് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമെന്ന് അവർക്ക് ബോധ്യമായി കഴിഞ്ഞു, അവിടെ വിമർശനം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും കുറവാണല്ലോ. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ വാർഡിലത്തെ ജനങ്ങളോട് പറയുക, വാട്സപ്പ് വഴി വാർഡ് സഭയിൽ വരൂ, നിങ്ങൾക്ക് കൗൺസിലർമാരെ ചീത്ത പറയാനുള്ളൊരു സ്ഥലമാണ് വാർഡ് സഭ. അല്ല, നമുക്ക് കുറച്ചുകൂടി ഊർജ്ജസ്വലമായിട്ടും കുറച്ചുകൂടി ഭംഗിയായിട്ടും നമ്മുടെ കുറവുകൾ നമ്മൾ കുറച്ചും കൂടി അലർട്ടാവും ഇല്ലേ? അതെ, തീർച്ചയായും. പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി വാർഡിൽ ഒരു 10 ആൾ മോശം പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ അയ്യോ, അത് കുറച്ചുകൂടി അലർട്ടായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. ഞാനത് പോസിറ്റീവായിട്ട് എടുക്കണം. ഇപ്പോൾ പോരായ്മകളും ആക്ഷേപങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കണം, എന്നാലാണ് ബൂസ്റ്റ് പോലെ നമ്മളെ ഒന്നും കൂടി. അതൊന്നും വ്യക്തിപരമായിട്ട് എന്നോട് ആർക്കും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ 3 പ്രാവശ്യം ജയിക്കില്ല. അല്ല, വോട്ട് ചെയ്യും ജനങ്ങൾ. ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ല ഉള്ളിൽ രാഷ്ട്രീയം.
അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു രാഷ്ട്രീയവും ഞാൻ നോക്കാറില്ല, ഞാൻ എല്ലാവരുടെ അടുത്തും എത്തും. അപ്പോൾ വോട്ട് ചെയ്യുമ്പോൾ പലർക്കൊക്കെ വോട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും ഒരാൾ പോലും എനിക്ക് അങ്ങനെ ഒരു നിശിതമായിട്ട് എന്നെ വിമർശിച്ച് ഇന്നവരുണ്ടായിട്ടില്ല. ഇനി അല്ല ഉണ്ടാവുകയാണെങ്കിലും ഞാനത് എൻ്റെ കുറവായിട്ട് ഞാൻ കാണും. അത് ഒന്നും കൂടി നന്നായി പ്രവർത്തിക്കാനുള്ള ഒരവസരമായിട്ടാണ് ഞാൻ കാണുക. അത് എനിക്ക് ബോധിപ്പിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക, ഇന്ന കാരണം കൊണ്ട് അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇന്നതാണ് ഞാൻ അതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, പക്ഷെ അത് കുറച്ച് കാലതാമസം വരും നേടിയെടുക്കുക, അങ്ങനെ പറയാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം പായസം ആയിട്ടുണ്ട്. ഇനി നമുക്കതിൽ വറവിടാം. നാളികേരക്കുത്താണ് ഇതിലിടുക അല്ലെ? സാധാരണ പായസത്തിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെയാണ് ഇടുക, പക്ഷെ ചക്ക പായസത്തില് നമ്മൾ നാടൻ രീതിയിലാണ് ചെയ്യുന്നത്. പണ്ടുള്ളൊരു ചക്കപ്രഥമൻ എന്നാണ് പറയാ. ചക്കപ്രഥമനിൽ തേങ്ങാക്കൊത്ത്, കൊട്ടത്തേങ്ങ വറുത്തിടുള്ളൂ. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇപ്പോൾ വന്ന് ഇപ്പം നമ്മൾ പാലട ഉണ്ടാക്കുമ്പോഴും ശ്രദ്ധിച്ചോളൂ, പാലടയിലും അതൊന്നും ഇടാൻ പാടില്ല. പാലടയിലും ഒന്നുമില്ല, ഒരു അലങ്കാരവും വേണ്ട, അതിൻ്റെ നാച്ചുറൽ സ്വാദാണ്. അതേപോലെ തന്നെ ഈ ചക്കയും തേങ്ങയും ശർക്കരയും കൂടിയുള്ള സ്വാദ് വേറെ. അപ്പം അതിൽ ഈ അണ്ടിപ്പരിപ്പ് ഇത് തേങ്ങ ഇതിൻ്റെ ഒരു തന്നെയാണ്, തേങ്ങാപ്പാലിൻ്റെ ഒരു തന്നെയാണ്. അല്ലാണ്ട് വേറെ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരി വരുമ്പോൾ വേറൊരു സ്വാദ് വരും. അപ്പം ഇതിൻ്റെ മുഴുവൻ ആസ്വദിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ നാടൻ രീതിയിലാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിടുന്നവരുണ്ട്, അങ്ങനെ ചെയ്യണവർക്ക് ചെയ്യാം. നമ്മൾ ചെയ്യുന്നില്ല, നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളത് മതി, അലങ്കാരങ്ങൾ ഒരുപാട് വേണ്ട. നെയ്യിലാണ് ഫുള്ള് നമ്മൾ ചെയ്യുക. പായസത്തിലേക്ക് നെയ്യാണല്ലോ അല്ലെ? ആ ഒരു മണം. വീട്ടിലെ ഓണത്തിന് എല്ലാ വിഭവങ്ങളും ഒരുവിധമൊക്കെ ഞാൻ ഉണ്ടാക്കും. ഏത് പായസമാണ്? ഞാൻ ഉണ്ടാക്കുക എളുപ്പം കഴിയണത് സേമിയ പായസം. അതാവുമ്പോ എളുപ്പത്തിൽ എനിക്ക് എന്തോ കഴിക്കാനും ഇഷ്ടം കൂടുതൽ സേമിയ പായസം. പക്ഷെ മധുരമൊക്കെ താന്നു പോകട്ടെ, എനിക്കധികം മധുരം നേരത്തെ പറഞ്ഞ പോലെ മധുരം ഒന്ന് കുറവാണ് എനിക്കിഷ്ടം. മിക്കവാറും സേമിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടം. അപ്പൊ അതാണ് എളുപ്പമാണ്. എല്ലാ കറികളും വീട്ടിൽ തന്നെ ഉണ്ടാക്കും. ഞാൻ വീട്ടിൽ തന്നെ. എങ്ങനെയാണ് പണ്ട് കാലത്ത് ഒരു ഓണത്തിന്റെ ഓർമ്മകൾ? ഇപ്പോ എല്ലാം ഇൻസ്റ്റന്റ് ആണ്. പഴയ കാലത്തിൽ നിന്ന് ഒരുപാട് നമ്മുടെ ഓണാഘോഷങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അല്ലെ? എന്തായാലും ചൂടായിട്ടുണ്ട്. ചൂടുണ്ടോ? ഇല്ല. എന്തായാലും ചോദിച്ചു ചേച്ചി അത് ഇളക്കട്ടെ. നമുക്ക് എന്തായാലും ഓണം എനിക്ക് തോന്നണം എന്താ അറിയോ, നമ്മൾ ഈ റെഡിമെയ്ഡ് ഇപ്പോൾ വാങ്ങിക്കൊടുന്ന് ഇതാക്കണേക്കാളും നമ്മൾ അതിന് വേണ്ടി നമ്മളൊരു എഫർട്ട്, ഒരു പരിശ്രമം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെയില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പണ്ടാണെങ്കിൽ എൻ്റെ ഇവിടെയൊക്കെ കൂട്ടുകുടുംബമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, 5 ബ്രദേഴ്സ്, ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു. എനിക്ക് അതാണ് ഇഷ്ടം. ഞാൻ അങ്ങനെ വളർന്നുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പുറമെയുള്ളതൊന്നും, പ്രത്യേകിച്ച് ഞങ്ങൾ നമ്പൂതിരിമാരാണ്, കഴിയുന്നതും പുറമുള്ള ഭക്ഷണം കഴിക്കാറില്ല. അല്ല, ഇപ്പൊ എനിക്ക് നിവൃത്തിയില്ല, ഞാൻ കഴിക്കേണ്ടി വരും. അല്ലെ, എനിക്ക് പുറത്തുനിന്ന് കഴിക്കുന്നതിന് വിരോധമില്ല, പക്ഷെ നമ്മുടെ ഒരു ചിട്ട അങ്ങനെയാണ്. അച്ഛൻ ഭയങ്കര ഓർത്തഡോക്സ് ആയിരുന്നു, അപ്പോൾ ഭയങ്കര ചിട്ടയായിരുന്നു പണ്ട്. അപ്പോൾ അങ്ങനത്തെ പണ്ടത്തെ നമ്പൂരിമാരെന്നെയായിരുന്നു അച്ഛൻ. അപ്പോൾ അങ്ങനെ വളർന്നാണ് എനിക്ക് ഇഷ്ടം. നമ്മൾ സ്വയം എല്ലാവരും കൂടി അടുക്കളയിൽ കയറി, ഇപ്പോൾ എടുത്തിമാരുണ്ടെങ്കിൽ എല്ലാവരും കൂടി കയറി, അപ്പോൾ എന്നിട്ട് എല്ലാവരും കൂടി വിളമ്പി എല്ലാവരും കൂടി വട്ടയിരുന്ന് കഴിക്കുക. അല്ലാണ്ട് ഈ റെഡിമെയ്ഡ് കുറച്ച് കൊണ്ടൊക്കെ ടിവിയും കണ്ട് എനിക്ക് അതിൽ താല്പര്യമില്ല. ആ ഓണം തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ. നമ്മളിപ്പോൾ ചിലപ്പോൾ പഴഞ്ചനായിരിക്കും, ഇപ്പോഴത്തെ തലമുറകൾക്ക് പക്ഷെ അങ്ങനെ തോന്നുന്നുണ്ടാവും. മക്കൾ പറയാറുണ്ടോ അമ്മ പഴഞ്ചനാണ്, അങ്ങനെയൊക്കെ പറയാറുണ്ട്? എങ്ങനെയാണ് മക്കളും ആ രീതിയിലാണോ, അതോ കുറച്ച് മോഡേൺ ആയിട്ട് ചിന്തിക്കുന്നവര്? മോഡേണാണ്. കാരണം പ്രത്യേകിച്ച് അവര് നാട്ടില് മക്കള് എന്താ പറയാ മോഡേൺ. അപ്പൊ ഞാൻ പറയും, ഞാൻ ഇങ്ങനെയാണ്, ഉദ്ദേശിച്ചിട്ടില്ല, മാറില്ല, മാറ്റാൻ ശ്രമിക്കണ്ട. അല്ല, ഇവിടെ വന്നാൽ നമ്മൾ പറയണ പോലെയാണ്. അപ്പൊ ഇപ്പൊ അവർക്ക് ഇപ്പൊ മോള് സ്വീഡനിലാണ്. അപ്പൊ ഇവിടുത്തെ ഫുഡും ഭയങ്കര ഗൃഹാതുരത്തുണ്ട്. അപ്പൊ ഇനിയിപ്പോ വന്നു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടും. നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് നാടിന്റെ ഒരു ഭംഗിയും അല്ലെങ്കിൽ ആ രുചികളൊക്കെ ആസ്വദിക്കാൻ. മക്കൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണ് ശോഭിച്ച് വെക്കുന്നത്? മക്കൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഈ എന്താ പറയുക, റൈസുകളുണ്ടല്ലോ, റൈസൊക്കെ ഉണ്ടാക്കുന്നു, അതൊക്കെ ഇഷ്ടം. പിന്നെ പനീർ കറി വെജാണ്. നാടൻ അവർക്ക് ഇഷ്ടമല്ല, ഓണ സദ്യ ഒന്നും അവർക്ക് അത്ര ഇഷ്ടമല്ല. എന്നാലും ഓണം വിഷു ഒക്കെ നമ്മൾ എന്താ, പിന്നെ പിറന്നാളുകൾ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടോ, എല്ലാം നാലുകറിയും വെച്ച്, നാലുകറി വേണമല്ലോ പിറന്നാളിന്. അപ്പം അത് ഉണ്ടാക്കും. പിന്നെ അച്ചാറുകളൊക്കെ ഇഷ്ടമാണ്, പക്ഷേ
ഊണിനോട് പൊതുവെ അവർക്ക് താല്പര്യമില്ല. അപ്പം നമ്മൾ പലതരം വെറൈറ്റി അല്ല എനിക്കിതൊന്നും അറിയണ്ടായിരുന്നില്ല, പക്ഷെ ഞാനതൊക്കെ ഇങ്ങനെ പഠിച്ചു ഓരോന്നൊക്കെ നോക്കി. ഇപ്പൊ പിന്നെ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ വേണമെങ്കിലും സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതെ അതെ, അങ്ങനെ ഇത് നിർത്തിയിട്ട് കൂടിയാവാം. അപ്പൊ ഞാനൊക്കെ പരീക്ഷിക്കും. അങ്ങനെ അങ്ങനെ പരീക്ഷണങ്ങളൊക്കെ നന്നാവാറുണ്ട് അല്ലേ? അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് മക്കൾ. പിന്നെ അവരും കൂടും. നമ്മുടെ ഭക്ഷണം അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണം ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. പിന്നെ മോള് ഇങ്ങോട്ട് തിരിച്ച് പഠിപ്പിച്ചു തരുമൊക്കെ മോഡേൺ ഫുഡുകൾ. അമ്മ അങ്ങനെ ഉണ്ടാക്കിക്കോളും എന്നൊക്കെ പറയും. അവർക്ക് അത് ഭയങ്കര രണ്ടാൾക്കും നല്ല, അവര് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ ഞങ്ങൾ 3 ആളും കൂടി ഒരുമിച്ച് അതൊരു രസമാണല്ലോ ആ ചൂടുണ്ട്. അങ്ങനെ നെയ്യില് നമ്മുടെ നാളികേര കൊത്ത് നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് പായസത്തിലേക്ക് ഇരുന്ന് ഒന്ന് കുറുകി പോകും. അങ്ങനെ നമ്മുടെ ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞു അല്ലേ? അങ്ങനെ ചക്കപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. കഴിക്കേ വേണ്ടു. ചക്കക്കാലാവുമ്പോ ഒരുപാട് ചക്ക ഇങ്ങനെ വരട്ടി വെക്കാറുണ്ട്. അതുപോലെ പായസം ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോ എടുത്തുണ്ടാക്കാം. ചക്ക അപ്പം അട ഉണ്ടാക്കാലോ. അപ്പൊ ചക്ക വരട്ടി വെക്കാറുണ്ട് അല്ലേ? ചക്കയും അരിപ്പൊടിയും കൂടിയിട്ട് അല്ലേ? അല്ല ഇതന്നെ ഇപ്പൊ ചക്ക ഹലുവയൊക്കെ വരുന്നുണ്ട്. വരട്ടി വെച്ചാത്തതേ കുട്ടികൾ കഴിക്കും. ഭയങ്കര നല്ല ആ സമയത്ത് നല്ല ചൂടോടുകൂടി നല്ല സ്വാദം. ഇത് നിർത്താട്ടോ. നിർത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇത് ശരിക്കും ഒന്ന് ഇരുന്നാലാണ് കുറുകി വരുള്ളൂ. ഈ ഉരുളി ഭാഗം, അതിന്റെ ഒരു പാത്രഭാഗം എന്താ പറയുന്നത്. അങ്ങനെ നമ്മുടെ ചക്കപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ശോഭേച്ചിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ജ്യോതി ചേച്ചി തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ അതുപോലെ തന്നെ വനജ ചേച്ചിയും. ഇവർ രണ്ടാളും നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. സത്യം പറയണം, കൂട്ടുകാരിയാണ്, അത് പൊക്കി പറയരുത്. ജ്യോതി ചേച്ചി കഴിച്ചു നോക്കൂ എങ്ങനെയുണ്ടെന്ന്. ജ്യോതിക്ക് മധുരം മുഴുവൻ കഴിക്കേണ്ടി വരും. മധുരം നല്ലോണം ഇഷ്ടമുള്ള. അവിടെ ഷുഗർ പേഷ്യന്റ് ആണോ? മധുരം കുറവ് മതി. കുഴപ്പമില്ലാണോ? നന്നായിട്ടുണ്ട്. മധുരം പറയൂ. മധുരം എങ്ങനെയുണ്ട്? മധുരം അതാണ് ജ്യോതി. വന ചേച്ചി കഴിച്ചു നോക്കിയോ? സ്പൂൺ ഉപയോഗിക്കാറില്ല നമ്മുടെ സമ്പ്രദായത്തില്. ഇലയില് ഒഴിച്ചിങ്ങനെ സാധാരണ ഇലയില് കഴിക്കുകയാണ് പതിവ് അല്ലേ? നാച്ചുറൽ ആയിട്ടാണ് കഴിക്കുന്നത്. ചൂടൊന്നും പ്രശ്നമല്ല വഞ്ചേച്ചിക്ക്. ഇപ്പൊ കറക്റ്റ് അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങും. മധുരം പാകാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഒരു പൊടിക്ക് മധുരം കുറവാണ്. മധുരം ആവാന്നുണ്ട്. എന്തായാലും ജ്യോതി ചേച്ചിയും വഞ്ചി ചേച്ചിയും ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാനും ഒന്ന് ചോദിച്ചു നോക്കാം. മധുരം വേണമെങ്കിൽ ഒരു പൊടിക്കും കൂടി ആവാം, എങ്കിലും കുഴപ്പമില്ല. കാരണം മധുരം കുറവിഷ്ടമുള്ളവർക്കും കൂടി കഴിക്കണല്ലോ. പിന്നെ മാത്രമല്ല, നമ്മുടെ ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ക്യാമറ പേഴ്സൺമാരുണ്ട്, ഡയറക്ടർ ഉണ്ട്, കോർഡിനേറ്റർ ഉണ്ട്. ഇവരൊക്കെ കുറേശ്ശെ ഷുഗർ പേഷ്യൻസ് കൂടിയാണ്. അപ്പൊ അവർക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ശോഭേച്ചി ഒരു തരി മധുരം കുറച്ചത് അല്ലേ? ഞാൻ പൊതുവെ മധുരം കുറച്ച്. അതെന്താ വെച്ചാൽ അല്ല, കുറേ മധുരം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കയ്യിൽ കഴിക്കുമ്പോഴേക്കും അങ്ങോട്ട് മട്ടിപ്പോവും. ഇത് നമുക്ക് എത്ര കഴിച്ചാലും കഴിക്കാം. ഒന്നും കൂടി കട്ടിയാവാനുണ്ട്. അതങ്ങനെ ഇരുന്ന് ശരിയായിക്കോളും. ഓക്കെ, അപ്പോ നമ്മൾ ഈ ഓണക്കൂട്ടില് ശോഭ ചേച്ചിയുടെ കുറച്ച് രാഷ്ട്രീയ കാര്യങ്ങൾ, വീട്ടുകാര്യങ്ങൾ, ഓണക്കാര്യങ്ങൾ ഒക്കെ കേട്ടു. മാത്രമല്ല ശോഭേച്ചിയുടെ ഫ്രണ്ട്സിനെ കൂടി നമുക്ക് പരിചയപ്പെടാനും അവരുടെ വിശേഷങ്ങൾ കേൾക്കാനും അറിയാനും ഒക്കെ സാധിച്ചു. എന്തായാലും അപ്പോൾ ഈ ഒരു ഓണം കളർഫുൾ ആകട്ടെ. ശോഭേച്ചി, ജ്യോതിച്ചി, വനജേച്ചി എല്ലാവർക്കും ഹാപ്പി ഓണം ആശംസിക്കുകയാണ്. അപ്പോൾ തിരക്കുകൾക്കിടയിലും നമ്മുടെ അടുത്ത് വന്നു, നമ്മുടെ പ്രേക്ഷകരുമായിട്ട് സംസാരിച്ചു. ഒരു ഓണപ്രഥമൻ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുക്കി തന്നു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു ഓണാശംസകൾ കൊടുത്താലോ? റെഡിയല്ലോ? എല്ലാ CCTV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.